blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡിലൂടെ ഇത് കാണുന്ന ഓരോരുത്തരെയും കർത്താവ് പ്രത്യേക നിലകളിൽ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ചെന്നൈയിൽ നിന്നുള്ള മേരി പോളിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. അതുപോലെ കർത്താവെ, തൻ്റെ കിഡ്നി പ്രോബ്ലത്തിൽ നിന്നുള്ള പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോയിൽ നിന്നുള്ള രഞ്ജിനി മേരി പോളിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകൻ അനീഷിൻ്റെ സ്റ്റഡീസിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആരോഗ്യത്തെ അങ്ങ് ബ്ലെസ് ചെയ്യണമേ. എല്ലാ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങ് സഹായിക്കണമേ. രഞ്ജിനി എന്ന ഈ സഹോദരിയെ കർത്താവ് ജോലിയിൽ നല്ല ഒരു കണ്ടിന്യൂറ്റി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് കർത്താവെ, റോഷ്നി റേച്ചൽ ശ്രീനിവാസിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ചെന്നൈയിൽ നിന്നുള്ള ഈ സഹോദരിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. തൻ്റെ ഭർത്താവ് ശ്രീനിവാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നിത്യജീവൻ്റെ അവകാശിയായി താൻ മാറേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ പ്രദീപിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സ്റ്റഡീസിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. സീതത്തോട് നിന്നുള്ള അനിൽകുമാറിനും വിജിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനിൽകുമാറിന് തൻ്റെ വലത് കാലിലെ വെയിൻ പ്രോബ്ലത്തിൽ നിന്നും പരിപൂർണ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബാക്ക് പെയിൻ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവ്, തനിക്ക് ശമ്പളത്തിൽ വർധനവുണ്ടാകാനും പ്രമോഷൻ ഉണ്ടാകുവാനുമായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇന്നത്തെ എല്ലാ സ്പോൺസേഴ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you, sponsors, for sponsoring today's episode. തുടർന്ന് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഗുർഗോണിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശമാണ്. ഇതിൻ്റെ അവസാനം, ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. Share with you one miracle that happened when we started lifting up Jesus. യേശു കർത്താവിനെ ഉയർത്തിയപ്പോൾ യേശു ചെയ്ത ഒരു അത്ഭുതത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുകയാണ്. So many years back, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ്, one Sunday in the Sunday service, I was the only person to worship God. I was the pastor, I was the believer, I was the choir master, I was the volunteer, I was everything. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന പ്രാസംഗികൻ ഞാൻ തന്നെയായിരുന്നു അന്നത്തെ കൊയർ, ഞാൻ തന്നെയായിരുന്നു അവിടുത്തെ വോളണ്ടിയർ, ഞാൻ തന്നെയായിരുന്നു അവിടുത്തെ വിശ്വാസി. Even this girl was not with me. I was not married. ഞാൻ ആ സമയത്ത് വിവാഹം കഴിക്കാത്തതുകൊണ്ട് ഈ പെൺകുട്ടിയും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. I was alone. ഞാൻ അന്ന് ഒറ്റയ്ക്കായിരുന്നു. But I started seeing thousands of people coming to the Savior. എന്നാൽ ഞാൻ അന്ന് വിശ്വാസത്താൽ ആയിരക്കണക്കിന് ആളുകൾ രക്ഷകനിലേക്ക് വരുന്നത് എന്റെ കണ്ണിൽ ഞാൻ കാണുമായിരുന്നു. In my spirit I started seeing thousands coming to the only Savior. രക്ഷകന്റെ അടുക്കിലേക്ക് ആയിരങ്ങൾ നടന്നു വരുന്ന കാഴ്ച അന്ന് ഞാൻ വിശ്വാസത്തോടെ കാണുമായിരുന്നു. If there were two saviors, savior number 1 and savior number 2, some could go to this savior and some could go to savior number 2. ഓർക്കുക, രക്ഷകന്മാർ പലരുണ്ടെങ്കിൽ ഒന്നാമത്തെ രക്ഷകനിൽ നിന്ന് ഗുഡ്ഗാവിലുള്ള കുറെ ആളുകൾ അങ്ങോട്ട് പോകും, രണ്ടാമത്തെ രക്ഷകനിലേക്ക് വേറെ ആളുകളും പോകും. But the Bible
Bible says there is only one Savior. എന്നാൽ ബൈബിൾ പറയുന്നു രക്ഷിക്കുന്ന ഒരൊറ്റ നാമം, ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. People, can you shout that's only Savior's name? ആ രക്ഷകന്റെ പേരൊന്ന് കൈകൾ ഉയർത്തി ഇവിടെയുള്ള ജനമൊന്ന് ഉറക്കെ പറയാമോ? യേശു. Shout it again. ഒരിക്കൽ കൂടെ ഉയർത്തി പറഞ്ഞാലോ? Hallelujah. ഹല്ലേലൂയ. And slowly people started coming. അങ്ങനെ പതിയെ പതിയെ ആളുകൾ വരാൻ One തുടങ്ങി. by one. ഒന്നൊന്നായി വരാൻ തുടങ്ങി. Then we started seeing healings and miracles. അതിനുശേഷം രോഗസൗഖ്യങ്ങളും വിടുതലുകളും ഞങ്ങൾ കാണാൻ തുടങ്ങി. Because Jesus came in. യേശു കർത്താവ് ഇറങ്ങി വന്നു. And he started doing something. അദ്ദേഹം നമ്മുടെ നടുവിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. And so many people started coming as groups. അതുമാത്രമല്ല ജനവിഭാഗങ്ങൾ ഗ്രൂപ്പുകളായി വരാൻ തുടങ്ങി. Now listen to me. ഇനിയിപ്പോൾ എന്നെ ശ്രദ്ധിച്ചാലും Among them there was one young man. അതിനിടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. He was a plumber. അദ്ദേഹം ഒരു പ്ലംബർ ആയിരുന്നു. And he was a heavy drinker. അന്ന് മാത്രമല്ല ഒരു മുഴുക്കുടിയനുമായിരുന്നു. Somebody told about the Blessing Center movement and he came. ആരോ ഒരാൾ ഈ ബ്ലെസ്സിംഗ് സെന്റർ മൂവ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹം വന്നതാണ്. Heavy drinker. നല്ല ഒരു മുഴുക്കുടിയൻ. Do you know what happened? എന്താ സംഭവിച്ചെന്ന് അറിയാമോ? In the crowd, just as we heard one man's testimony here, he got delivered from his drunkenness. ഈ കുറച്ച് സമയം മുൻപ് നാം കേട്ട ആ സാക്ഷ്യം പോലെ ഈ മനുഷ്യനും തന്റെ മദ്യപാനത്തിൽ നിന്ന് താൻ പുറത്തു വന്നു. Can you say thank you, Jesus? എത്ര പേർ കൈ ഉയർത്തിയിട്ട് പറയും നന്ദി യേശുവേ? Hallelujah. ഹല്ലേലൂയ. Now, this young man was coming from a lodge. He was staying in a lodge. ഈ ചെറുപ്പക്കാരൻ വരുന്നത് ഒരു ലോഡ്ജിൽ നിന്നാണ്. ഒരു ലോഡ്ജിലാണ് അദ്ദേഹത്തിന്റെ താമസം. A group of young men, most of them were bachelors. They were staying in a lodge on daily rent, daily 10 rupees. ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പ് യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാര് പയ്യന്മാർ അവിടെ താമസിക്കുന്നുണ്ട്. ഡെയിലി 10 രൂപയ്ക്കാണ് അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. Because they were very poor, they were working on daily wages. അവർ ദിവസക്കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ വളരെ പാവപ്പെട്ടവരായതുകൊണ്ട് ചെറിയ തുകയ്ക്കുള്ള ലോഡ്ജിലാണ് അവർ താമസിക്കുന്നത്. Do you know what this plumber young man did? ഈ പ്ലംബർ ആയിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? He went back to his lodge. തന്റെ ആ ലോഡ്ജിലേക്ക് അന്ന് രാത്രി താൻ മടങ്ങിപ്പോയി. How many of you are listening to me? എത്ര പേര് എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്? See, in the lodge the scene was very different. ദൈവത്തിലുള്ള അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ വളരെ വ്യത്യസ്തമാണ്. When he reached the lodge, this was the daily routine. After their work in the evenings, all these young men gathered together, they drank, they clapped their hands and sang film songs. സാധാരണ രീതിയിൽ ഇവർ ആ ലോഡ്ജിൽ ചെയ്യുന്ന കാര്യം വൈകിട്ടാകുമ്പോ എല്ലാ ചെറുപ്പക്കാരും കൂടി ഒത്തുകൂടി അവരെല്ലാവരും കൂടെ ചേർന്ന് മദ്യപിച്ച് കൈയടിച്ച് സ്തോത്രം പാടുകയല്ല, സിനിമാ പാട്ട് പാടും. Every evening, എല്ലാ വൈകുന്നേരങ്ങളിലും. From this group, one young man came to Jesus. നോക്കൂ, ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ യേശുവിലേക്ക് വന്നു. And when he came back to the lodge, അവർ യേശുവിലേക്ക് മടങ്ങി വന്നപ്പോൾ, when he came back to the lodge, അവർ ലോഡ്ജിലേക്ക് മടങ്ങി പോയി കഴിഞ്ഞപ്പോൾ, he invited one more young man to come to the Blessing Center prayers. മറ്റൊരു ചെറുപ്പക്കാരനെ ഈ ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് വരുവാൻ വേണ്ടി അദ്ദേഹം ക്ഷണിച്ചു. So when he came back the next Sunday, there were 2 young men. അടുത്ത ഞായറാഴ്ച വന്നപ്പോൾ ഇവരിപ്പോൾ 2 ചെറുപ്പക്കാരായിട്ടാണ് വന്നിരിക്കുന്നത്. The second young man was running a bicycle repairing shop. ഈ രണ്ടാമത്തെ ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു സൈക്കിൾ നന്നാക്കുന്ന ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. Do you know what happened? എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? Look at me. എന്നെ ശ്രദ്ധിച്ചാലും That Sunday, ആ ഞായറാഴ്ച among the crowd, ആ ക്രൗഡിൽ നിന്ന് the Holy Spirit came and touched the second young man. അന്ന് ആദ്യമായി വന്ന ആ രണ്ടാമത്തെ ചെറുപ്പക്കാരനെ ജനക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. He stopped drinking. അദ്ദേഹവും മദ്യപാനം അവസാനിപ്പിച്ചു. So these 2 young men went back to the Lord. ഇപ്പോൾ ഈ 2 ചെറുപ്പക്കാർ ഇപ്പോൾ ലോഡ്ജിലേക്ക് മടങ്ങിപ്പോയി. Do you know what happened? എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? These 2 young men shared their
testimony with other young people. ഇപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാർ അവിടെയുള്ള ബാക്കി കുടിയന്മാരായ ചെറുപ്പക്കാരോട് തങ്ങളുടെ സാക്ഷ്യം പങ്കുവെച്ചു. The next Sunday they brought some more young people. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച അവർ കൂടുതൽ ചെറുപ്പക്കാരെ ലോഡ്ജിൽ നിന്ന് പ്രേയറിന് വേണ്ടി Do you know കൊണ്ടുവന്നു. what happened? എന്താണ് ഒടുവിൽ സംഭവിച്ചത്? That Sunday ആ ഞായറാഴ്ച the Holy Spirit touched the new young people. പുതിയതായി വന്നിട്ടുള്ള ചെറുപ്പക്കാരെയും ആ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് തൊട്ടു. Do you know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? When they went back, അവർ മടങ്ങിപ്പോയപ്പോൾ they took one song book from Blessing Center. ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്നുള്ള ഒരു പാട്ട് പുസ്തകവും കൂടെ മേടിച്ചിട്ടാണ് അവർ മടങ്ങിപ്പോയത്. Now there were two groups. ഇപ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി. Saved young people and unsaved young people. രക്ഷിക്കപ്പെട്ട ചെറുപ്പക്കാരുടെ കൂട്ടവും രക്ഷിക്കപ്പെടാത്ത ചെറുപ്പക്കാരുടെ കൂട്ടവും. The saved young people, they stopped clapping their hands and singing film songs. Instead they started singing spiritual songs. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ചെറുപ്പക്കാർ ആ ലോഡ്ജിനകത്ത് ചെയ്യുന്നത് പഴയതുപോലെ സിനിമാ പാട്ട് പാടി കൈയടിക്കുന്ന ശീലം അങ്ങ് അവസാനിപ്പിച്ചിട്ട് ആരാധനാ ഗീതങ്ങൾ പാടി കൈയടിച്ച് സ്തുതിക്കാനായി തുടങ്ങി. Can you shout hallelujah? ഒരു ഹല്ലേലൂയ പറയാമോ? Do you know what happened? എന്താണ് സംഭവിച്ചതെന്നറിയാമോ? They started sticking our notices in the walls of the lodge. ആ ലോഡ്ജിനകത്ത് ഉള്ള മതിലുകളിലെല്ലാം നമ്മുടെ സുവിശേഷത്തിന്റെ നോട്ടീസുകൾ അവർ ഒട്ടിക്കാനായി തുടങ്ങി. Do you know what happened? എന്ത് സംഭവിച്ചെന്നറിയോ? Eventually all the young people in that lodge came to Jesus. ഒടുവിലായിട്ട് ആ ലോഡ്ജിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും യേശുവിന്റെ അടുക്കൽ വന്നു ചേർന്നു. And you know what happened? The owner of the lodge kicked all young men out. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്നും കൂടെ ഞാൻ പറയാം. ലോഡ്ജിന്റെ ഉടമസ്ഥൻ വന്ന് ആരാധനാ ഗീതം പാടി ആരാധിക്കുന്നവരെ ചവിട്ടി പുറത്താക്കി. They got saved. അവരെല്ലാം രക്ഷിക്കപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. So when we lift up Jesus, നാം യേശുവിനെ ഉയർത്തുമ്പോൾ he will attract drunkards to him. അവൻ തന്നിലേക്ക് ആ ഉയർത്തുന്നവരെ അവൻ ആകർഷിക്കുകയാണ്. When we lift up Jesus, നാം യേശുവിനെ he ഉയർത്തുമ്പോൾ will attract sinners to him. അവനിലേക്ക് അവൻ പാപികളെ ആകർഷിച്ചു കൊണ്ടുവരും. Hallelujah. ഹല്ലേലൂയ. This is what we should do in our life. ഇതാണ് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട We കാര്യം. should lift up Jesus. നാം യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തണം. That is the only job we have to do. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ജോലി എന്നുള്ളത് അത് The മാത്രമാണ്. rest of the thing Jesus will do. മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാക്കി കാര്യങ്ങൾ യേശു കർത്താവ് ചെയ്തു തീർത്തുകൊള്ളും. John chapter 12 verse number 32. ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനം. When I am lifted up from the earth, will draw all men to myself. 32-ാമത്തെ വചനം 12:32. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. Hallelujah. ഹല്ലേലൂയ. Somebody should do the first part and Jesus will do the second part. ഓർക്കുക, ആദ്യത്തെ ഭാഗം നമ്മിൽ പലരും പൂർത്തിയാക്കുമ്പോൾ രണ്ടാമത്തെ ഭാഗം യേശു കർത്താവ് പൂർത്തിയാക്കും. When I studied the Bible, ഞാൻ ഈ ബൈബിൾ പഠിച്ചപ്പോൾ I understood in three ways we can lift up Jesus. യേശുവിനെ 3 വിധത്തിൽ നമുക്ക് ഉയർത്താൻ സാധിക്കുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. Number one, this lifting up happened through crucifixion. യേശു കർത്താവിനെ ഉയർത്തുന്ന ഒന്നാമത്തെ പടി എന്നുള്ളത് യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെയാണ്. The first lifting up is done by Satan and sinners. ആദ്യത്തെ പടിയിൽ യേശുവിനെ ഉയർത്തിയത് ക്രൂശീകരണത്തിലൂടെ അത് സാത്താനും തന്റെ കിങ്കരന്മാരും ചെയ്തു. Second one, resurrection part was done by God the Father. എന്നാൽ രണ്ടാമത്തെ യേശുവിനെ ഉയർത്തിയ പടി, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും അത് പിതാവാം ദൈവം നേരിട്ട് But ചെയ്തതായിരുന്നു. the third one he has given to us. എന്നാൽ മൂന്നാമതായിട്ട് യേശുവിനെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം അത് ദൈവം നമ്മെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. And you say amen. എത്ര പേർ കൈകൾ ഉയർത്തി ഒരു ആമേൻ പറയും? God is asking each and every one of us to lift his name on high on earth. ദൈവം തമ്പുരാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും യേശുവിനെ ഉയരത്തിലേക്ക് ഉയർത്തുവാനായി നമ്മോട് ആവശ്യപ്പെടുകയാണ്. Hallelujah. ഹല്ലേലൂയ.
when Jesus died on the cross, യേശു കർത്താവ് ക്രൂശിൽ and when he was buried, അതിനുശേഷം അവൻ അടക്കപ്പെട്ടപ്പോൾ people could not see him anymore. ആ ജനങ്ങൾക്ക് പിന്നീട് അവനെ കാണുവാൻ But on സാധിച്ചില്ല. the day of Pentecost, എന്നാൽ പെന്തക്കോസ്ത് ദിനം വന്നപ്പോൾ the Bible says the power of the Holy Spirit came upon the apostles. അപ്പസ്തോലന്മാരുടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി എന്ന് നാം They വായിക്കുന്നു. stood up boldly and started preaching Jesus. അവർ അതിധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചു. And when they started preaching അവർ Jesus, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ when Peter started preaching the first sermon, ആദ്യത്തെ പ്രസംഗം പത്രോസ് പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ thousands of people came to the Lord. ആയിരക്കണക്കിന് ആളുകളാണ് യേശുവിലേക്ക് വന്നത്. All of the apostles, they went to different parts of the world and they started lifting Jesus up. മറ്റ് എല്ലാ അപ്പസ്തോലന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അവിടെയെല്ലാം അവർ യേശുവിനെ ഉയർത്താൻ തുടങ്ങി. Apostle Paul started lifting his name. അപ്പസ്തോലനായ പൗലോസും യേശുവിന്റെ നാമത്തെ ഉയർത്താൻ തുടങ്ങി. Hallelujah. Hallelujah. Now it is our generation. ഇനിയിപ്പോ ഇത് നമ്മുടെ തലമുറയുടെ സമയമായി. Can I tell you something? ഞാൻ ചില കാര്യങ്ങൾ കൂടെ Through നിങ്ങളോട് പറയട്ടെ. whatever means possible, we should lift up the name of Jesus. നമുക്ക് സാധ്യമായ എല്ലാ വഴികളിലൂടെയും നാം ഓരോരുത്തരും യേശുവിനെ ഉയർത്തേണ്ടതാകുന്നു. നിൽക്കുന്നത് അലൻ അലക്സ്. എല്ലാ എല്ലിലാണ് പേര്, മുഴുവൻ എല്ലിലാണ്. അലൻ അലക്സ് ആണ്. അലൻ അലക്സ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവം ചെയ്ത ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തൻ്റെ എക്സാം മാർച്ച് മാസത്തിലാണ്, 12th എക്സാം മാർച്ച് മാസത്തിലായിരുന്നു. ഫെബ്രുവരി ഏതാണ്ട് 25-നോ 26-നോ മറ്റോ ആണ് പ്രെയർ കോൾ സെന്ററിൽ ഇദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത് അവിടെയുള്ള ഏതോ ഒരു ആൻറ്റി പറഞ്ഞു, മോൻ ധൈര്യമായിട്ടിരുന്നോളൂ, വിശ്വസിച്ചോളൂ, കർത്താവ് അത്ഭുതം മോന് വേണ്ടി പ്രവർത്തിക്കാനായി പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് മാസത്തിൽ തൻ്റെ എക്സാം ഡേ വന്നു. ഒരു ഇംഗ്ലീഷ് എക്സാം നടക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ 90% താഴെയാണ് തനിക്ക് ഇംഗ്ലീഷിൽ മാർക്ക് ലഭിക്കാറുള്ളത്. എഴുതി തീരാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പതിവ് പോലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. 4 സെക്ഷനിലായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് അതിൽ അദ്ദേഹം പറയുന്നത് C and D സെഗ്മെന്റ്, ആ സെക്ഷൻസ് മാത്രം എഴുതിയപ്പോൾ 3 മണിക്കൂറിൽ 2 മണിക്കൂറും തീർന്നു. ഇനി ആകെ 1 മണിക്കൂർ സമയമുണ്ട് അതിലകത്തെ എയും ബിയും സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ, അതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മാത്രമേ തൻ്റെ മുൻപിലുള്ളൂ. അതുകൊണ്ട് ഇത് എങ്ങനെ തീരുമെന്ന് അറിയില്ല. അവിടെ നിന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാനായി തുടങ്ങി. ആ സമയത്ത് ആ പ്രെയർ കോൾ സെന്ററിലെ സിസ്റ്റർ പറഞ്ഞ വാചകം ഓർത്തു, നീ വിശ്വസിച്ചാൽ മതി, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവിടെ നിന്നിട്ട് പറഞ്ഞു, യേശുവേ ഞാൻ അങ്ങയോട് വിശ്വസിക്കുന്നു, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്ന് പറയാൻ തുടങ്ങി. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് ചോദിക്കാം, കാരണം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ താൻ പേനയെടുത്ത് അടുത്ത എയിലെയും ബിയിലെയും സെക്ഷൻസ് എഴുതാൻ തുടങ്ങുമ്പോൾ താൻ പറയുന്ന അമാനുഷികമായിട്ടൊരു ശക്തി ആരോ തൻ്റെ കയ്യിൽ പിടിച്ച് അത് എഴുതി തീരണമെങ്കിൽ 2 മണിക്കൂർ എങ്ങനെയും വേണ്ടി വരും, ആദ്യം എഴുതിയതുപോലെ ആണെങ്കിൽ. അതുകൊണ്ട് ആരോ ഒരാൾ തൻ്റെ കയ്യിൽ പിടിക്കുന്ന പോലെ തനിക്ക് തോന്നി. വേഗത്തിൽ ആരോ ഇങ്ങനെ എഴുതുന്ന പോലെ തോന്നി. സ്പീഡിൽ അത് എഴുതിക്കൊണ്ടിരുന്നു. 45 മിനിറ്റിനുള്ളിൽ ആ 2 സെക്ഷൻസും താൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല താൻ പറയുന്നത് അടുത്ത 15 മിനിറ്റ് സമയത്ത് സാധാരണ കൂൾ ഓഫ് എന്ന് പറയുന്ന പോലെ പേപ്പേഴ്സ് എല്ലാം റിവിഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തനിക്ക് ലഭിച്ചു. അതിനുശേഷമാണ് നമ്മുടെ മൈ പ്രേയർ ഡയറി എന്ന് പറയുന്ന പുസ്തകം തന്റെ കയ്യിൽ ലഭിച്ചത്. റിസൾട്ടിന് വേണ്ടി എക്സാമിന് ശേഷം, കാരണം അത് പബ്ലിഷ് ചെയ്യുന്നത് തന്നെ അടുത്ത ഇംഗ്ലീഷ് വരുന്നതന്നെ അത് അതിനൊടുവിലുള്ള സമയത്തായിരുന്നു. സോ അതിനുശേഷം ഇദ്ദേഹം ചെയ്തത് മൈ പ്രേയർ ഡയറി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും കോളേജിലേക്ക് ദൈവം എന്നെ അയക്കുമെന്ന് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും താൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മെയ് മാസം 28-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്റെ മാർക്ക് കണ്ടപ്പം കണ്ണ് തള്ളിപ്പോയി. കാരണം ഔട്ട് ഓഫ് 100
സ്റ്റാൻഡേർഡിൽ 94 മാർക്കാണ് ഈ എഴുതാൻ പറ്റാത്ത എക്സാമിൽ കർത്താവ് കൊടുത്തത്. എന്ന് മാത്രമല്ല സ്കൂളിലെ സെക്കൻഡ് ഹയസ്റ്റ് ആയി ആ സബ്ജക്റ്റിൽ കർത്താവ് മാനിച്ചു. ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിന് വേണ്ടി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് അലൻ. ഗ്രേറ്റ്. ആ സമയത്തുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു, ഈ കയ്യിൽ ഫീൽ ചെയ്ത കാര്യം ഒന്ന് പറയാമോ? സെക്ഷൻ ബിയിൽ 4 ലെറ്റേഴ്സ് ഒത്തിരി പാടാ. 1 ലെറ്റർ ഇറ്റ് ഈസ് അബൌട്ട് 150 വേർഡ്സ്. സെക്ഷൻ എനകത്ത് 2 കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ട്. ഈ 2 സെക്ഷൻ ചെയ്യാൻ ഒത്തിരി ടഫാണ്. ആൻഡ് nobody can do section A and section B in 45 minutes. Yeah. And I didn't know what happened. I was just writing and I said to God, I cannot do it. Yeah. I only have 1 hour with me and I cannot do it myself. As I was writing, I don't know what is this. I knew it was Holy Spirit. Right. Holy Spirit was writing like this. Within 45 minutes, both my section A and section B was done. And 15 minutes, leftover the 15 minutes, I did whole of the revision. Nobody can do 45 minutes for section A and section B. Right. Section A and section B is the toughest of the. ഈ സീനേക്കാൾ ഡീനേക്കാൾ ടഫാണ്. സെക്ഷൻ സിയും സെക്ഷൻ ഡിയും ലിറ്ററേച്ചറും ഗ്രാമറും. അതിന് ഞാൻ 2 മണിക്കൂർ എടുത്തു. ദാറ്റ്സ് ദ മേജർ പാർട്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കർത്താവ് നിന്റെ കയ്യിലോട്ട് ഞാൻ തരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്പീഡ് കൂടി. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ 2 മണിക്കൂർ എടുക്കുന്നത് കർത്താവ് നമ്മുടെ കയ്യിൽ കയറി പിടിച്ചാൽ 45 മിനിറ്റ്സ് മതി. ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ. മനസ്സിലായവർ കൈകളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. കർത്താവെ, വി ബ്ലെസ് ദിസ് യങ് മാൻ ഫാദർ ആൻഡ് ലോർഡ് ബ്ലെസ് ഹിസ് ഫർദർ സ്റ്റഡീസ്. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ടഫായിട്ടുള്ള ആ സിറ്റുവേഷനിൽ കർത്താവ് നിൻ്റെ കരം പ്രവർത്തിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അതോട് ചേർന്ന് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം വിടുതലുകൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. God bless you. ഈ പ്രാർത്ഥനാ സമയത്ത് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് നിങ്ങളും വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ പോലും, പ്രാർത്ഥിക്കാൻ അറിയില്ലേ പോലും, അകത്തുനിന്ന് വിശ്വസിക്കുക. എനിക്ക് വേണ്ടി കർത്താവ് ഒരത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഏതോ ഒരു വ്യക്തിയുടെ റിബ്സ്, വാരിയെല്ലുകളിൽ എന്തോ തകരാറ് സംഭവിച്ച ചില വ്യക്തികൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. ഏതൊരു സർജറിക്ക് വിധേയമായി, മറ്റൊരു വ്യക്തിയുടെ കാര്യമാണ്, ഒരു സർജറിക്ക് വിധേയമായി അതിൻ്റെ അകത്തെ ഏതൊരു മെറ്റൽ പീസ് വെച്ച് സർജറി ചെയ്തിട്ടുള്ളൊരു വ്യക്തി, എന്നാൽ അതിനകത്ത് പഴുപ്പ് ബാധിച്ച് വല്ലാത്തൊരു പ്രയാസത്തിൽ ആയിരിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യം പ്രാപിക്കട്ടെ. കാൽമുട്ടുകൾക്കകത്ത് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കും. കാൽമുട്ടുകളിൽ നീര്, കാൽമുട്ടിനകത്ത് ചില പ്രയാസങ്ങളുണ്ട്, അങ്ങനെയുള്ളവർ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. മസിലുകളിൽ രോഗസൗഖ്യം വേണ്ടവർ കൈനീട്ടി ഇപ്പോൾ യേശുവിൽ നിന്നും അത് സ്വീകരിക്കുക. ഇൻ ജീസസ് നെയിം. കൊളസ്ട്രോൾ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. കഴുത്തിലെ തേയ്മാനം മാറിപ്പോകട്ടെ. കണ്ണുകൾക്ക് കർത്താവ് ചിലർക്ക് സൗഖ്യം നൽകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഏതോ ഇൻറ്റേർണൽ പ്രയാസങ്ങളുണ്ടായി ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നൊരു വ്യക്തിയെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ ഉണ്ടാകട്ടെ. കിഡ്നികളിലെ തകരാറുകൾ സൗഖ്യമാകട്ടെ. തലച്ചോറിലെ ട്യൂമർ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം കർത്താവെ ഓരോ വ്യക്തികൾക്ക് അങ്ങ് പകർന്ന് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ വെള്ളിയാഴ്ച കണ്ണൂരിലേക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ടീം വരികയാണ്. തീർച്ചയായും ആ ഭാഗത്ത് എത്തിച്ചേരാൻ കഴിയുന്നവരെല്ലാവരും എത്തിച്ചേരണം. ശനിയാഴ്ച നിലമ്പൂരിലായിരിക്കും ഞങ്ങൾ ടീമായി ഉണ്ടായിരിക്കുക. അവിടെയും വരണം. വരുമ്പോൾ കഴിഞ്ഞ ഏതെങ്കിലുമൊക്കെ എപ്പിസോഡുകളിൽ ഏതെങ്കിലുമൊക്കെ ദിവസം നിങ്ങളെ കർത്താവ് സ്പർശിച്ചു, നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു,
നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ചു, ഒരു അത്ഭുതം സ്വീകരിച്ചു, അങ്ങനെയുള്ളവർ തീർച്ചയായും വന്ന് ലജ്ജിക്കാതെ ഭയപ്പെടാതെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയണം. മറ്റുള്ളവർക്ക് അതൊരു ബലമായിരിക്കും, ദൈവത്തിന് അത് മഹത്വം ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകപ്പെട്ട 22 സന്ദേശങ്ങൾ ഫിലിപ്പിയ ലേഖനത്തെ ആധാരമാക്കി നൽകിയ സന്ദേശമാണ് സന്തോഷത്തിൻ്റെ കത്ത്, എ ലെറ്റർ ഓഫ് ജോയ്. ഈ പാക്കറ്റിനകത്ത് 2 CD-കളുണ്ട്. ഓരോ സന്ദേശത്തോടനുബന്ധിച്ചും അനുഗ്രഹിക്കപ്പെട്ട ആരാധന പാട്ടുകൾ, അതോട് ചേർന്നുള്ള ശക്തിയേറിയ പ്രാർത്ഥന, ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് കരസ്ഥമാക്കണം. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഇതുവരെ ഈ പ്രോഗ്രാം അറിഞ്ഞിട്ടില്ലാത്തവരോട് നിങ്ങൾ പറയണം. അതും ഒരു ശുശ്രൂഷയാണ്, യേശുവിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിലൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഫോയിനിക്ക എന്ന തുറമുഖത്തിന്റെ മറ്റൊരു പേരെന്താണ്? വാട്ട് ഇസ് ദ അതർ നെയിം ഓഫ് ദി ഹാർബർ ഫീനിക്സ്? ഓപ്ഷൻസ്: എ ത്രോവാസ്, ബി ഫിലിപ്പിയ, സി ക്രേത്ത്, ഡി ബെരോവ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് OMS നൽകുന്ന നല്ല അടിപൊളി സമ്മാനം ഞങ്ങൾ അയച്ചു തരുന്നതാണ്.